തിരക്കേറിയ പൊതുവിടങ്ങൾ, ബസ്സോ എവിടെയുമായിക്കോട്ടെ, കാമദാഹികളായ ചെന്നായ്ക്കൾ എല്ലായിടത്തും സ്ത്രീകളെ അവരുടെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രിയോ പകലോ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഇത്തരം നീചന്മാരെ ഭയക്കാതിരിക്കൂ, അവർക്കെതിരെ ശബ്ദമുയർത്തൂ. അർച്ചന, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. അയ്യോ, കുറച്ചു നേരം കൂടി ഉള്ളൂ ജിയ. കുറച്ചു നേരം കൂടി കഴിഞ്ഞാലേ ഗാലക്സി കമ്പനിയായിട്ട് നമ്മൾ 1 കോടി രൂപയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞാലേ നീ ഈ നാട്ടിലെ പുതിയ സെൻസേഷൻ ആയിട്ട് മാറും. അതിനുശേഷം നിനക്ക് ഈ ഗതികെട്ടവരുടെ കൂടെ ബസ്സിലൊന്നും ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരില്ലെന്നേ. ഈ വൃത്തികെട്ടതുങ്ങളുടെ ശ്വാസം പോലും വിഷമാണ്. ഹെൽപ്പ് മീ. You bloody pervert! നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? ഇയാൾ എന്നെ ടച്ച് ചെയ്തായിരുന്നു. പോലീസിന് ആരെങ്കിലും ഫോൺ അയ്യോ, എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കേ. കണ്ണു തുറക്ക്, ശ്വാസം കൊടുക്ക്, പതുക്കെ ശ്വാസം കൊടുക്ക്. വൃത്തികെട്ടവനെ, നിന്നോട് പറഞ്ഞല്ലേ അവളെ തൊട്ടു പോയിരുന്നെന്ന്. ഞാനൊരു ഡോക്ടറാണ്. നിന്റെ കൂട്ടുകാരിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഇവിടെ രക്ഷിച്ചേ പറ്റൂ. പെൺകുട്ടികളെ തൊടാൻ വേണ്ടി നീ പുതിയ കഥ ഇറക്കുവാണോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇവിടെ രക്ഷിക്കണമെന്ന്. നീ ഡോക്ടർ ഒന്നുമല്ല, സൈക്കോയാ നീ. സൈക്കോ നീയാണ്. ഞാനൊരു ഡോക്ടറാണ്. യു ക്രീപ്. നീ അവളെ വെറുതെ തൊടാൻ ശ്രമിക്കുകയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ ആംബുലൻസ് വരുന്നവരെ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കാനാണോ? നോക്ക്, നിന്റെ കൂട്ടുകാരി കോമയിലേക്ക് വീഴുകയാണ്. അവൾക്ക് CPR കൊടുത്തില്ലെങ്കിൽ ജീവൻ അപകടത്തിലാവും. CPR? അപ്പൊ നീ ഇവിടെ ഉമ്മ വെക്കാനുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയോ? നിനക്ക് ഇതിനുള്ള ധൈര്യം എവിടുന്നാ വരുന്നേ? അല്ല, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ നിന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. രക്ഷിക്കുന്നെങ്കിലേ അത് നീ ആയിരിക്കില്ല. നിനക്കറിയില്ല ശരിക്കും ഞങ്ങൾ ആരാണെന്ന്. നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ കൂട്ടുകാരിക്ക് ഇനി ജസ്റ്റ് 3 മിനിറ്റേ ഉള്ളൂ. ഈ 3 മിനിറ്റിനുള്ളിൽ അവൾക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ അവൾ പിന്നെ കോമയിലേക്ക് വീഴും. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടിയുടെ ചുണ്ട് നീല നിറമാകുന്നു. ആഹാ, നീലയാകുന്നു. നോക്കി, ഇവള് കോമയിലേക്ക് വീഴുവാണ്. പ്ലീസ് ഇവളെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കേ. ഓ അതെയോ? ഈ പ്രായത്തിൽ ഹാർട്ട് അറ്റാക്കോ? എനിക്ക് തോന്നുന്നതേ നീ ഡോക്ടർ അല്ല, സ്റ്റോക്കർ ആണെന്നാ. ഇത്രയും ദിവസം നീ ഇവിടെ സ്റ്റോക്ക് ചെയ്യായിരുന്നില്ലേ? എന്നിട്ടിപ്പോ ഇവിടെ തൊടാനും ഉമ്മ വെക്കാനുള്ള കാരണം കണ്ടോ? ഇവന്റെ കള്ളത്തരം പുറത്തായപ്പോ ഇവനാകെ ദേഷ്യം വരുന്നു. എനിക്ക് തോന്നുന്നത് ഇവൻ എന്നെ വെറുതെ വിടില്ലെന്നാ. പിടിക്കിവനെ. നോക്ക്, ഇവിടെ കണ്ണുകൾ അനങ്ങുന്നില്ല. അവൾ കോമയിലേക്ക് വീഴുകയാണ്. നോക്ക്. മിണ്ടരുത് നീ. ജിയ, ജിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജിയ, 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 ജിയ നിനക്ക് എന്ത് പറ്റി? ജിയ കണ്ണു ഓർക്ക് നീ. ഇതായിരുന്നു ഞാൻ പേടിച്ചത്. ആംബുലൻസ് വരുന്നതുവരെ പറ്റില്ല. എന്റെ ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാണ്. ഇവളെ അങ്ങോട്ട് കൊണ്ടുപോയേ പറ്റൂ. പക്ഷെ ഇവളെ നമ്മൾ എങ്ങനെയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ? നേരെ വലതുഭാഗത്തിന്റെ ഹോസ്പിറ്റലാണ്. പ്ലീസ് ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. ഇവിടെ ഒരാളുടെ ജീവൻ വളരെ അപകടത്തിലാണ്. അനിയ, ഞാനത് ചെയ്യാനാണ്. റൂട്ട് ഫിക്സ് ആണ്. അത്ര എമർജൻസി ആണെങ്കിൽ ആംബുലൻസിനെ വിളിക്കുക. അയ്യോ, ആംബുലൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ഇവിടെ ഒരാൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞില്ലേ റൂട്ട് ഫിക്സ് ആണെന്ന്. നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. നിങ്ങൾക്കൊന്നും തീരെ മനുഷ്യത്വമില്ലാത്ത അവസ്ഥയിലാണോ? നോക്കൂ, ഞങ്ങളുടെ സമയം വെറുതെ കളയരുത്. ബസ്സിലുള്ള പാസഞ്ചേഴ്സിനോട് ചോദിക്കേ. അവർ ഇറങ്ങിയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പൊയ്ക്കോളാം. അയ്യോ, നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഇത് കണ്ടോ, ഞാനൊരു ഹാർട്ട് സർജനാണ്. വിശ്വസിക്കേ. ഈ വൃത്തികെട്ടവനെ എങ്ങനെ വിശ്വസിക്കാനാ? നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. ഈ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നു? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലികളില്ലേ? ഇദ്ദേഹം പറയുന്നത് ശരിയാ. ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഇപ്പൊ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാണ്. ഡ്രൈവർ ഡോറ് തുറക്കൂ. അയ്യോ, നിങ്ങളൊന്ന് വേഗം ഇറങ്ങിപ്പോയി. ഇവന്റെ കണ്ണു പോലും തുറക്കുന്നില്ല. ജിയ, ജിയ നിനക്കൊന്നും സംഭവിക്കില്ല. ജിയ. ഹലോ രാധിക മാം, ഞങ്ങൾ മാഡത്തിന്റെ അടുത്തേക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ബസ്സിലൊരു വൃത്തികെട്ട മനുഷ്യൻ ജിയെ ശല്യം ചെയ്തത് കാരണം അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഓ മൈ ഗോഡ്, ഐ ഹോപ്പ് ഇറ്റ്സ് നോട്ട് സീരിയസ്. നിങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ വ്യോമിനെ കോൺടാക്ട് ചെയ്യൂ. ബെസ്റ്റ് സർജനാണ്. അദ്ദേഹം എന്റെ ജീവനും രക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ഡോക്ടർ വ്യോമിനെ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ മാം. ജിയ നിനക്കൊന്നും സംഭവിക്കില്ല. ജിയ, അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ എന്റെ പദ്ധതികളെല്ലാം അവതാളത്തിലാവും. ഇനി എങ്ങാനും നിനക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കുച്ചി ബാഗും ഓടി കാറിന്റെ കാര്യമൊക്കെ അവതാളത്തിലാകും. ഇതെല്ലാം ആ വൃത്തികെട്ട മനുഷ്യൻ കാരണം സംഭവിച്ചതാ. പ്ലീസ് എല്ലാവരും ഒന്ന് മാറിക്കേ. ഡോക്ടർ വ്യോം ഇങ്ങോട്ട് വന്നോട്ടെ. ഡോക്ടർ പ്ലീസ്. നീയോ? നീ ശരിക്കും കാർഡിയാക് സർജൻ ആണോ? രാധിക മാഡത്തിന് എങ്ങനെയാണോ ഈ ആഭാസനുമായിട്ട് പരിചയം? ഡോക്ടർ, ഞങ്ങളെല്ലാം ട്രീറ്റ്മെന്റിന് വേണ്ടി റെഡിയാണ്. പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തോളൂ. നീ
ഇങ്ങോട്ട് മാറി നിക്ക്. നീ എങ്ങോട്ടായി പോകുന്നേ? നിങ്ങൾ എന്ത് തോന്നിവാസമാണ് പറയുന്നത്? നീ എന്റെ കൂട്ടുകാരിയെ തൊടുക പോലും ചെയ്യരുത്. ഇതുപോലുള്ള വൃത്തികെട്ടന്മാരൊക്കെ ആരാ ഡോക്ടറാക്കിയേ? മാഡം, പേഷ്യന്റിന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഇവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ വെച്ച് കൂട്ടുകാരിക്ക് എന്തെങ്കിലും പറ്റിയാലേ ഈ ഹോസ്പിറ്റലിൽ ഞാൻ തലകീഴായിട്ട് മറിക്കും. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. മര്യാദയ്ക്ക് ഈ സർജനെ മാറ്റിക്കോ, അല്ലെങ്കിൽ അവളുടെ സർജറി നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക് മാം, ഡോക്ടർ വ്യോം ഈ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് സർജനാണ്. ബെസ്റ്റ്? ഇവൻ എത്ര ബെസ്റ്റാന്നേ ഞാൻ ബസ്സിൽ വെച്ച് തന്നെ കണ്ടതാ. എന്റെ കൂട്ടുകാരിയെ തൊടാൻ ഒരു കാരണം ഉണ്ടാക്കുമായിരുന്നു. രാധിക ധനരാജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്റെ കൂട്ടുകാരി അവരുമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവായിരുന്നു. എനിക്കറിയില്ല ഇവൻ അവരോട് എന്ത് പറഞ്ഞാ കബളിപ്പിച്ചേക്കെന്ന്. അവര് പറയാ ഇയാള് ബെസ്റ്റ് സർജൻ ആണെന്നൊക്കെ. ശരിക്കും ഇയാൾ ആരാ? ആദ്യം എന്റെ ഫ്രണ്ടിനെ ബസ്സിൽ വെച്ച് ഹരാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവളുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞ് അഭിനയിക്കാം. ഡോക്ടർ, നിങ്ങൾ ബസ്സിലുണ്ടായിട്ടാണോ പേഷ്യന്റ് അവസ്ഥ ഇത്ര മോശമാണ്? കാണാൻ പാവം പോലെ ഇരിക്കുന്ന ഈ ഡോക്ടർ എങ്ങനെ ഇത്രയും വൃത്തികിട്ടവനായത്? ഒരാളുടെ മോൻ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ അയാൾ എങ്ങനെയുള്ളവനാണെന്ന്. എന്റെ മോടെ ചികിത്സ ഇയാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ മിണ്ടാതിരിക്കെ. നീ ചെയ്ത കാര്യമുണ്ടല്ലോ, അതിന് മുളക് കലക്കി വെള്ളത്തിൽ വേണം നിന്നെയൊക്കെ മുക്കാൻ. നീ എന്റെ കൂട്ടുകാരിയെ ശല്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിലേ അവൾക്കിപ്പോ ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ലായിരുന്നു. നിന്റെ കൂട്ടുകാരെ ഞാൻ ബസ്സിൽ ശല്യപ്പെടുത്തുന്നതിന് എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? ഞാൻ തന്നെയാ സാക്ഷി. ഞാൻ കണ്ടതാ നീ എന്റെ കൂട്ടുകാരിയോട് മോശമായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ അവസ്ഥ വന്നത്. അമ്മ വിഷമിക്കണ്ട. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബേബി വളരെ ഹെൽത്തി ആണെന്ന്. നന്നായി. ഹോസ്പിറ്റലിൽ വന്ന സ്ഥിതിക്ക് വ്യോമിനെ കൂടി കണ്ടേക്കാം. ശരി അമ്മേ. ഇയാളൊരു വൃത്തികെട്ടവനാ. സ്വന്തം പേഷ്യന്റിനെ നോക്കാനെന്ന വ്യാജേന അവരെ തെറ്റായ രീതിയിൽ തൊടുന്നത് അയാളുടെ പ്രധാന പണി. പേഷ്യന്റിന്റെ ബോധം കെടുത്തിട്ട് അവരോടൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. ഇങ്ങനെയുള്ളവരെ ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാണ് വേണ്ടത്. ഇവനൊന്നും സൊസൈറ്റിയിൽ ജീവിക്കാൻ അവകാശമില്ല. ഇയാളുടെ കള്ളത്തരം പൊളിക്കണം. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ നിനക്ക് അറിയാവുന്നതല്ലേ? ഇയാളൊരു പാപിയാണ്. ഇവനൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. പുറമേ കാണാൻ മാന്യൻ, പക്ഷെ ഉള്ളിൽ വൃത്തികെട്ടവൻ. ഇവനൊക്കെ പുറത്തിറങ്ങാതെ ജയിലിൽ കിടന്ന് അറിയിക്കണം. ആ ശരിയാ ശരിയാ. എന്താ ഇവിടെ? തന്നെയൊക്കെ ഉണ്ടല്ലോ. സാക്ഷി, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഞാനൊരു പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നീ നിൽക്കാൻ പാടില്ല. അമ്മേ, ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആരും എങ്ങോട്ടും പോകുന്നില്ല. കണ്ടോ, നിന്റെ ഭർത്താവ് 1 നമ്പർ ആഭാസന. എന്റെ കൂട്ടുകാരിയെ ചികിത്സിക്കാന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അവിടെ ഇവിടെ തൊടുക അയാള്. നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇയാൾ എത്ര പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറി കാണുന്നു. എന്താ ഇതൊക്കെ സത്യമാണോ? അല്ല, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ ഇവളുടെ വാക്കെല്ലാം കേൾക്കുവാണോ? സാക്ഷി, നീ ഓക്കെയാണോ? നോക്കി, പെൺകുട്ടി പറയുന്നതെല്ലാം നുണയാണ്. ഒന്ന് നീ വിശ്വസിക്കേ. നിനക്കെന്തോ തെറ്റ് പറ്റിയതാ മോളെ. അത് വേറെ പയ്യനായിരിക്കും. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ എന്തൊക്കെ വിട്ടിതാ വിളിച്ച് പറയുന്ന കളവി. നിങ്ങൾ നാണക്കേട് കാരണം തൂങ്ങി ചാവേണ്ടതാ ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചതിന്. നല്ല ഒന്നാന്തര ആഭാസന അയാള്. കണ്ടോ, സ്വന്തം ഭാര്യയുടെ വേദന കാണാതെ അമ്മയുടെ പുറകിപ്പോ വിളിച്ചിരിക്കുക. നിനക്ക് എങ്ങനെ ധൈര്യം വന്നാടി എന്റെ അമ്മ അടിക്കാൻ? കണ്ടോ, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇയാൾ എന്നെ കൊല്ലാൻ നോക്കുക. അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോ നിന്നോട് എന്തൊക്കെയായിരിക്കും കാണിക്കുക? നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഇവന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക, എന്നിട്ട് എത്രയും വേഗം ഇയാളുടെ ഡിവോഴ്സ് വാങ്ങിക്കുക. കാരണം ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നതേ വല്ലാത്ത അപകടമാ. നിനക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പേടിയാവില്ലേ? പക്ഷെ വ്യോം എന്റെ അമ്മായിയെയും എന്നെയും നന്നായി നോക്കുന്നുണ്ട്. ആ, കാരണം ചേച്ചി ഇയാൾക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പോവല്ലേ. ഒരു തവണ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നീട് ചേച്ചിയെ കൊന്ന് ഏതെങ്കിലും ഓടയിൽ കൊണ്ട് കളയും ഇവര്. ആലോചിക്ക്, ഇന്ന് തിരക്കുള്ള ബസ്സിൽ എന്റെ കൂട്ടുകാരിയോട് മോശമായിട്ട് പെരുമാറുമായിരുന്നു ഇയാള്. നാളെ വേറൊരു പെണ്ണിനെ കൊണ്ടുവരും നിങ്ങളുടെ വീട്ടിലേക്ക്. ചേച്ചി, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായി പറയുന്നേ. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുക, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുക. ഇയാൾക്ക് എത്രയും വേഗം ഡിവോഴ്സ് കൊടുക്കുക. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞ് വളരെ പ്രധാനമാണ്. പക്ഷെ അച്ഛൻ ഇങ്ങനെയാണെങ്കിലേ ആ കുഞ്ഞ് ജനിക്കാതിരിക്കുന്നതാ നല്ലത്. കാരണം ഇവന്റെ കുഞ്ഞ് ഇവനെ പോലെ തന്നെ ഒരു ആഭാസനായിരിക്കും. സാക്ഷിയോട് നോക്ക്, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കരുത്. ഇവള് വെറുതെ പറയുന്നതാണ്. എന്റെ അടുത്തത് മാറൂ. ഞാൻ ഒരിക്കലും ചിന്തിച്ചു പോലുമില്ല നീ ഇത്രയും വൃത്തികെട്ടവനായിരിക്കുമെന്ന്. നിന്നെ പോലൊരു നീചനായ മനുഷ്യന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിൽ നല്ലതാണ് ഞാൻ ഇതിനെ വേണ്ടെന്ന് വെക്കുന്നത്. എനിക്ക് ഡിവോഴ്സ് വേണം. കഥയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.